ദിവസം SIR-ൽ അപേക്ഷ ഒപ്പിട്ടിരുന്നു മണ്ഡലം ഗോപിയാശാൻ. അതുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിലാണോ ഈ ഒരു സന്ദർശനം? ഇത് ഗോപിയാശാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ മാത്രമല്ല കലയുടെ ലോകത്തിൻ്റെ അഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രഭാവം അതിന് ഏതെങ്കിലും നോബൽ സമ്മാനമോ ഓസ്കാറോ അങ്ങനെയുള്ള എന്തെങ്കിലും അവാർഡുകൾ കൊണ്ട് ആദരിക്കാവുന്നതോ നിർണ്ണയിക്കാവുന്നതോ ഒന്നുമല്ല. മലയാളികൾക്കറിയാം. പിന്നെ കഥകളി എന്ത്, അദ്ദേഹം കഥകളിയുടെ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്ത് എന്നെല്ലാം അറിയുന്നവർക്ക് ഗോപിയാശാൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ലോകത്തിൻ്റെ അവസാനമാണ്, ഔന്നത്യമാണ്, അഭിനയത്തിൻ്റെ ഹിമാലയമാണ് ഗോപിയാശാൻ. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ കിട്ടുന്ന അവസരം അത് ഏതും ഉപയോഗപ്പെടുത്തണം. അപ്പം തൃശ്ശൂർ വഴി ഒറ്റപ്പാലത്തൊരു പരിപാടിക്ക് വരുമ്പം സഖാവ് KV അബ്ദുൽ ഖാദറിനോട് പറഞ്ഞു, ഗോപിയാശാനെ കണ്ടിട്ടൊരു കുറച്ചൊരു നാളായി, അതുകൊണ്ട് കാണാൻ പോകാൻ പറ്റുമെന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചപ്പം അദ്ദേഹം സന്തോഷം കാണാൻ വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കർണശബ്ദമുണ്ട്. കർണനായിട്ട് ഗോപിയാശാനും പിന്നെ നമ്മുടെ കുന്തിയായിട്ട് കോട്ടയ്ക്കൽ ശിവരാമനും, അതൊക്കെ എത്രയോ കണ്ണുനീരൊഴുക്കിയിട്ടുള്ളതാണ്. ONV സാറും പറഞ്ഞിട്ടുണ്ട്, ഇവർ രണ്ടുപേരും ഈ കർണശബ്ദം അവതരിപ്പിക്കുന്നത് ബേബി അതുപോലൊരു കലാവിഷ്കാരം ലോകത്തില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അത് ഓർമ്മ വരുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തെ കാണുക, ആദരവറിയിക്കുക, സ്നേഹമറിയിക്കുക, ബഹുമാനം അറിയിക്കുക. പിന്നെ ഡിസംബറിൽ ഒരു സാംസ്കാരിക സംഗമം ഡിസംബർ 3-ാം ആഴ്ചയിൽ എറണാകുളത്ത് നടക്കുന്നുണ്ട്. അക്കാഡമികളെല്ലാം ചേർന്ന് നടക്കുന്നതാണ്, അതെനിക്കറിയാം. അപ്പം ഇവിടെ പോന്നു എന്ന് പറഞ്ഞപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു, അതിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയുമെന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പം അത് ഉറപ്പ് പറഞ്ഞില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അധികം ദൂരേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുന്നില്ല. എന്തായാലും ഞാനതിൻ്റെ കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് SIR-ഒക്കെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളല്ലേ.